നോർത്ത് അമേരിക്കയിലെ ലൈഫ് സ്റ്റൈലിൻ്റെ തന്നെ പാർട്ടാണ് RVing. ഏറെക്കുറെ വീട്ടിലെ എല്ലാ സൗകര്യങ്ങളോടൊപ്പം തന്നെ പരമാവധി പ്രകൃതിയോടടുത്ത് സമയം ചെലവിടാമെന്നതാണ് ഈ ജീവിതശൈലിയെ ഇത്രയും ജനപ്രിയമാക്കുന്നത്. സഞ്ചരിക്കുന്ന ചെറു വീടുകൾ എന്ന് തന്നെ പറയാവുന്ന ക്യാമ്പർ വാൻസിലോ ട്രാവൽ ട്രെയിലേഴ്സിലോ മോട്ടോർ ഹോംസിലോ ഒക്കെ ആയിട്ട് ഓരോ വർഷവും ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ സ്വാതന്ത്ര്യ ജീവിതം തിരഞ്ഞെടുത്ത് പുതിയ സ്ഥലങ്ങൾ തേടി പോകുന്നത്. ഞങ്ങളും ഈ ലൈഫ് സ്റ്റൈലിൻ്റെ ഒരു ഭാഗമാകുകയാണ്. ഞങ്ങളുടെ പുതിയ RVയിലെ ആദ്യത്തെ ക്യാമ്പിംഗ് ട്രിപ്പ്. നമ്മൾ കുറച്ച് മുന്നേ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ ട്രെയിലറുമായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ക്യാമ്പിംഗ് എക്സ്പീരിയൻസ് ആണ് നമ്മുടെ സ്വന്തം ട്രെയിലറിൽ. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് എല്ലാവരും. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഉള്ളപ്പോഴും അതുപോലെ തന്നെ ടെൻഷനുണ്ട്. കാരണം ഇതുവരെ കാര്യമായിട്ട് എന്തെങ്കിലും ടോ ചെയ്തുള്ള ഒരു എക്സ്പീരിയൻസ് ഒന്നും എനിക്കില്ല. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനുണ്ട്. പക്ഷെ കുഴപ്പമില്ല. ഒത്തിരി ദൂരേക്കൊന്നുമല്ല ഇപ്പോൾ നമ്മൾ പോകുന്നത്. എഡ്മണ്ടനിൽ നിന്ന് ഏതാണ്ട് 1.5 മണിക്കൂർ അകലെ ഡ്രൈറ്റൺ വാലി എന്നൊരു സിറ്റിക്ക് അടുത്തുള്ള ഒരു ക്യാമ്പ് ഗ്രൗണ്ടാണ്. കാണാൻ കാര്യമായിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഉള്ളൊരു സ്ഥലമൊന്നുമല്ല. അപ്പോൾ ഈ ട്രിപ്പിൻ്റെ ഉദ്ദേശം തന്നെ ഈ ട്രെയിലറുമായിട്ടൊന്ന് യൂസ്ഡ് ആവുക എന്നുള്ളതാണ്. അപ്പോൾ ടോയിങ് എങ്ങനെയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ടോയിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതുമായിട്ടൊന്ന് യൂസ്ഡ് ആവുക. പിന്നെ നമ്മുടെ ട്രെയിലറിൽ സ്റ്റേ എങ്ങനെയുണ്ട്, അപ്പോൾ അതിനകത്തെ ഓരോ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. അപ്പോൾ അതൊക്കെയാണ് ഈ ട്രിപ്പിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഈ ട്രിപ്പിലും നമ്മുടെ 2 ഫ്രണ്ട്സ് നമ്മുടെ കൂടെ ഉണ്ട്. മിഥുനും അലീനയും ഉണ്ട്. അപ്പോൾ അവരുടെ വണ്ടിയിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ക്യാമ്പ് ഗ്രൗണ്ടിലെത്തി. അപ്പോൾ ടോയിങ് സക്സസ്ഫുൾ ആയിരുന്നു. പക്ഷേ കഴിഞ്ഞിട്ടില്ല. ഇനിയൊരു ചാലഞ്ച് ഉണ്ട്. ഇത് ബാക്ക് ചെയ്ത് ക്യാമ്പ് ഗ്രൗണ്ടിലേക്ക് മാറ്റുക എന്നുള്ളൊരു ചാലഞ്ചാണ്. നമ്മളിത് ബാക്ക് ചെയ്യാൻ പോകാം. ആദ്യമായിട്ട് ട്രാവൽ ട്രെയിലേഴ്സ് ഉപയോഗിക്കുമ്പോൾ ഏറ്റവും ബുദ്ധിമുട്ട് തോന്നാൻ സാധ്യതയുള്ളത് ബാക്കിംഗ് ചെയ്യുന്നതിനാണ്. ഞങ്ങൾ ഈ ട്രിപ്പിന് മുൻപ് തന്നെ ബാക്കിങ്ങും പാർക്കിങ്ങും ഒക്കെ അത്യാവശ്യം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ക്യാമ്പ് ഗ്രൗണ്ടിലെ പാർക്കിംഗ് വളരെ സ്മൂത്തായിരുന്നു. ആദ്യത്തെ എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ട്രെയിലറൊക്കെ സെറ്റപ്പ് ചെയ്ത് വന്നപ്പോൾ തന്നെ സന്ധ്യ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഒട്ടും സമയം പാഴാക്കാതെ ഞങ്ങൾ ഡിന്നർ പ്രിപ്പറേഷൻസും ആരംഭിച്ചു. ഫൈനലി ഞങ്ങൾ ക്യാമ്പൊക്കെ സെറ്റ് ചെയ്ത് ട്രെയിലറൊക്കെ സെറ്റ് ചെയ്ത്, പക്ഷേ ഞങ്ങൾ വിചാരിച്ചെടുക്കാൻ ഒത്തിരി സമയമെടുത്തു. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് കുറച്ചധികം കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. പല കാര്യങ്ങളും ചെയ്ത് പഠിക്കാനുണ്ടായിരുന്നു. പിന്നെ പിള്ളേരൊക്കെ അലമ്പായി തുടങ്ങി, ലേറ്റായി. അപ്പോൾ അതുകൊണ്ട് കാര്യമായിട്ട് വിഷ്വൽസ് ഒന്നും എടുക്കാൻ പറ്റില്ല. എന്നാലും കുറച്ചൊക്കെ എടുത്ത് ഞങ്ങൾ ഫുഡൊക്കെ കുക്ക് ചെയ്തു. ഇനി കഴിക്കാൻ പോവാം. ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് ഇന്നത്തെ ദിവസം മൈൻഡ് അപ്പ് ചെയ്യാനാണ് വിചാരിക്കുന്നത്. ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് നാളെ രാവിലത്തെ. ക്യാമ്പ് ഗ്രൗണ്ടിലെ ഞങ്ങളുടെ ആദ്യത്തെ മോർണിംഗ് ആണെന്ന്. ഇന്നലെ രാത്രി ഒത്തിരി ഷോട്ട്സ് ഒന്നും എടുക്കാൻ പറ്റില്ല. കാരണം വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാനുണ്ടായിരുന്നു. എല്ലാം സെറ്റപ്പൊക്കെ ചെയ്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വന്നപ്പോൾ തന്നെ ഒത്തിരി ലേറ്റായി. അതുകൊണ്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഒത്തിരി സമയമൊന്നും കളയാണ്ട് പോയി കിടന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം വേറെ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ഞങ്ങളുടെ ക്യാമ്പ് സൈറ്റിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ചിൽഡ്രൻസ് പാർക്കുള്ളത്. ഇവിടെ എത്തിയത് മുതൽ കൂടുതൽ സമയം ജോണി ഈ പാർക്കിൽ തന്നെയായിരുന്നു.
നമുക്ക് ഈ ട്രാവൽ ട്രെയിലറിന്റെ ഫീച്ചേഴ്സ് ഒക്കെ എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ട്രാവൽ ട്രെയിലർ ഒരു 25 ഫീറ്റോളം നീളമുള്ള ഒരു ട്രാവൽ ട്രെയിലറാണ്. അപ്പോൾ ഇവിടുത്തെ സ്റ്റാൻഡേർഡ്സിൽ വെച്ച് ഇതൊരു ബിഗിനേഴ്സ് ട്രാവൽ ട്രെയിലർ വേണമെങ്കിൽ പറയാം. പക്ഷെ അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളുള്ള ഒരു ട്രാവൽ ട്രെയിലറാണ്. സ്റ്റാർ ക്രാഫ്റ്റ് എന്ന ബ്രാൻഡിൻ്റെ ഓട്ടം റിഡ്ജ് 20 MB എന്ന മോഡൽ ട്രാവൽ ട്രെയിലറാണിത്. 2 പ്രൊപ്പെയിൻ അഥവാ LPG ടാങ്ക്സ് ആണ് ഈ ട്രാവൽ ട്രെയിലറിലുള്ളത്. ഈ ഗ്യാസാണ് കുക്കിങ്ങിനും ഹീറ്റിങ്ങിനുമൊക്കെ യൂസ് ചെയ്യുന്നത്. ട്രെയിലറിലേക്കുള്ള വാട്ടർ കണക്ഷനാണ് ഈ കാണുന്നത്. ക്യാമ്പ് സൈറ്റിൽ നിന്നും ഡയറക്റ്റായിട്ടാണ് ഇത് ട്രെയിലറിലോട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. amps പവറാണ് ഈ ട്രെയിലറിന് വേണ്ടത്. അതും ഈ ക്യാമ്പ് സൈറ്റിൽ അവൈലബിൾ ആണ്. അകത്തേക്ക് കയറുമ്പോൾ വലതുവശത്ത് ആദ്യം കാണുന്നത് ഈ സോഫയാണ്. ഈ സോഫ ഫോൾഡ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നിവർത്തി വയ്ക്കാവുന്ന ഒരു മർഫി ബെഡാണ് ഈ ട്രെയിലറിലെ മാസ്റ്റർ ബെഡ്. ഒരു ഷോർട്ട് ക്വീൻ സൈസ് ബെഡാണിത്. നാല് പേർക്ക് കംഫർട്ടബിളായിട്ട് ഇരിക്കാവുന്ന ഒരു ഡൈനിങ് ഏരിയയാണ് ഈ ട്രെയിലറിലുള്ളത്. അതിൻ്റെ മുകളിലായി സ്റ്റോറേജ് ക്യാബിനറ്റ്സും കൊടുത്തിട്ടുണ്ട്. ഒരു 3 ബർണർ സ്റ്റോവും കൺവെൻഷണൽ അവനും മൈക്രോവേവും നല്ല വലിപ്പമുള്ള റെസിഡൻഷ്യൽ സ്റ്റൈൽ സിങ്കും ഒക്കെയുള്ളതാണ് ഇതിലെ കിച്ചൺ. സാമാന്യം നല്ല വലിപ്പമുള്ള ഒരു ഡബിൾ ഡോർ ഫ്രിഡ്ജും ഈ RVയിലുണ്ട്. ട്രെയിലറിൻ്റെ ഏറ്റവും പുറകിൽ ഇടതുവശത്തായാണ് ഇതിലെ ബങ്ക് ബെഡ്സ് കൊടുത്തിട്ടുള്ളത്. 2 പേർക്ക് വീതം കിടക്കാവുന്ന 2 ബങ്ക് ബെഡ്സാണ് ഇതിലുള്ളത്. ബങ്ക്സിൻ്റെ എതിർവശത്തായി ഒരു വാനിറ്റി ഏരിയയും അതിൻ്റെ പുറകിലായി ബാത്ത് ടബ് അടക്കമുള്ള സൗകര്യങ്ങളുള്ള ഒരു വാഷ്റൂമും ഈ ട്രെയിലറിലുണ്ട്. ഈ ട്രെയിലറിൻ്റെ ഫീച്ചേഴ്സിൻ്റെ വിശദമായ ഒരു വീഡിയോ വൈകാതെ തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. താമസിക്കുന്ന ക്യാമ്പ് ഗ്രൗണ്ടിന്റെ പരിസരത്ത് പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. അപ്പൊ ഈ ക്യാമ്പ് ഗ്രൗണ്ട് ഇരിക്കുന്ന കൗണ്ടിയുടെ പേര് ബ്രാസോ കൗണ്ടി എന്നാണ് എന്റെ പേര്. ഞങ്ങളുടെ ക്യാമ്പ് ഗ്രൗണ്ടിന്റെ പേര് പീറ്റക്വേ ക്യാമ്പ് ഗ്രൗണ്ട് എന്നാണ്. കഴിഞ്ഞ ദിവസമാണ് ഞാൻ പേര് ശരിക്കും പറയാൻ പഠിച്ചത്. എനിവേസ് അപ്പൊ ഞങ്ങള് രാവിലെ വലിയ ചൂടില്ല, അപ്പൊ അതുകൊണ്ട് ചെറിയൊരു ഡ്രൈവ് പോകാൻ ചോദിച്ചു. ഇവിടെ അടുത്തൊരു ഡാം ഉണ്ടെന്ന് കണ്ടു. ബ്രാസോ ഡാം എന്നാണ്. പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടോ ഇല്ലെന്ന് അറിയില്ല, വെറുതെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാ. ആൽബർട്ടയിലെ ഏറ്റവും വലിയ ഡാമാണ് ബ്രാസോ ഡാം. ഒട്ടുമിക്ക ഡാമുകളും പോലെ ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് കൂടിയാണിത്. ഞങ്ങൾ ചെല്ലുമ്പോൾ വെള്ളം വളരെ കുറവായിരുന്നു ഈ റിസർവോയറിൽ. പക്ഷേ അതുകൊണ്ട് വാഹനങ്ങൾ ഒത്തിരി താഴേക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുമെന്നതാണ് ഒരു അഡ്വാൻറ്റേജ്. ഏതാണ്ട് അരമണിക്കൂറോളം സമയം ഈ ഡാമിൻ്റെ പരിസരത്ത് ഞങ്ങൾ ചിലവിട്ടു. ഈ ഡാമിൻ്റെ അടുത്തുള്ള ട്രെയിൽസിൽ ഒരല്പം ഓഫ് റോഡിംഗ് ഒക്കെ ചെയ്തിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് മടങ്ങിയത്. ഓക്കെ, അപ്പോൾ രാവിലെ ഞങ്ങൾ ബ്രസോ ഡാമൊക്കെ പോയിട്ട് വന്ന ശേഷം പിന്നെ ഉച്ചയ്ക്ക് വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് എല്ലാവരും ചെറിയൊരു ഉറക്കമൊക്കെ ഉറങ്ങി. എന്താ പറയുക, ഒരു ഭയങ്കര ലേസി ആയിട്ടുള്ള ഒരു ആഫ്റ്റർനൂൺ ആയിരുന്നു. വൈകുന്നേരം മിഥുനും അലീനയും സൈക്ലിങ്ങിനൊക്കെ പോയപ്പോൾ ഞങ്ങൾ ക്യാമ്പ് സൈറ്റിൽ തന്നെ സമയം ചിലവിടുകയായിരുന്നു.
സന്ധ്യ ആയപ്പോൾ തന്നെ ഞങ്ങൾ ക്യാമ്പ് ഫയറൊക്കെ സെറ്റ് ചെയ്തു. ഇതാദ്യമായിട്ടാണ് ഞങ്ങൾ മാർഷ്മെല്ലോ റോസ്റ്റ് ചെയ്ത് സ്മോർസ് ഒക്കെ ഉണ്ടാക്കുന്നത്. വൈകുന്നേരം ഫയർ പിറ്റിൻ്റെ ചുറ്റുമിരുന്ന് ചെയ്യാൻ പറ്റുന്ന നല്ല രസമുള്ള ഒരു പരിപാടി തന്നെയാണിത്. രാത്രി ഒത്തിരി നേരം പുറത്ത് സംസാരിച്ചിരിക്കാമെന്നൊക്കെ പ്ലാനിട്ടെങ്കിലും നല്ല കാറ്റും മഴയും കാരണം ഡിന്നറൊക്കെ കഴിച്ച് ട്രെയിലറിനുള്ളിൽ തന്നെ ഞങ്ങൾ സമയം ചിലവിട്ടു. രണ്ട് ദിവസത്തെ ക്യാമ്പിംഗ് കഴിഞ്ഞ് നാളെ രാവിലെ ഈ ക്യാമ്പ് ഗ്രൗണ്ടിനോട് ഞങ്ങൾ വിട പറയുകയാണ്. ട്രെയിലറിലെ ക്യാമ്പിംഗ് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഒരുപാട് നല്ല ക്യാമ്പിംഗ് ട്രിപ്സിൻ്റെ ഒരു തുടക്കം മാത്രമാകട്ടെ ഇത് എന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു യാത്രയുടെ വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം. ബൈ ഫോർ നൗ.